ഒന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ബാക്ക് വാട്ടേഴ്സിലെ ഔട്ട്ഡോഴ്സിലാണ് ഇരിക്കുന്നത്. ഫുഡിന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സീ ഫുഡാണ്. മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരിക്കും സീ ഫുഡ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. തനി നാടൻ ഫുഡ് ഇവർക്ക് കാണിച്ചു തരാം. ചാകര റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ചാകര ഫുള്ള് ഫിഷിന്റെ ഐറ്റംസ് ആണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പേൾ ഹോട്ടലിലെ ബാക്ക് വാട്ടേഴ്സ് റെസ്റ്റോറൻറ്റിലാണ്. ഇന്ന് ഇവിടെ സ്റ്റേയും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇവിടെ പറയാം. ഓക്കെ, എൻജോയ് പോളെ. നമ്മൾ ബാക്ക് വാട്ടേഴ്സിൽ എൻട്രി ചെയ്യാൻ പോവാണ്. സോ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സോ വൺസ് അഗൈൻ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ബാക്ക് വാട്ടേഴ്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നും ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഫുഡ് ഫെസ്റ്റ് ചാകരയായിരുന്നു. സീ ഫുഡ് സ്പെഷ്യാലിറ്റി. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പേര് നിങ്ങൾ നോക്കി. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഔട്ട്ഡോറിലായിരിക്കണേ. കറക്റ്റും ബാക്ക് വാട്ടേഴ്സ് തന്നെയാണ്. അപ്പുറത്ത് ഫുള്ള് കടലും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾ തന്നെ പറയും ചാകര എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അടിപൊളി ഫിഷിന്റെ ഡിഷസ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ലുമ്മക്കായി, കക്ക, അങ്ങനത്തെ എല്ലാ പൊളിച്ച സാധനങ്ങളും ഇതിലുണ്ട്. എനിക്ക് സീ ഫുഡ് ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഉമ്മൽ കോയിലും അല്ല ഏത് യുഎയിലില്ല എല്ലാവരും ഇപ്പൊ വരും. റീസണബിൾ ആണ്. അത്ര വലിയ ഈ ഒരു ആംബിയൻസും ഇങ്ങനത്തെ സെറ്റിലെ ഫിഷൊക്കെ അടിച്ച് അടിപൊളി ഫിഷിന്റെ വിഭവങ്ങളൊക്കെ തിന്നിട്ട് നമ്മൾ അത് കഴിച്ചിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. ഇവിടെ നല്ല സെറ്റപ്പ് ആണ്, നല്ല വെതറാണ്. അടിപൊളി വെതറിൽ ഫുഡിന്റെ റിവ്യൂ പറയാം. ഫുഡ് വരുന്നുണ്ട്. എന്താണ് കുട്ടനാടൻ ചെമ്മീൻ പൊരിച്ചത്? കുട്ടനാടൻ ചെമ്മീൻ പൊരിച്ചത്. ഓക്കെ പൊരിച്ചതാണ്. ഓയിൽ ഫ്രൈ ആണ്. നമ്മൾ സ്പെഷ്യൽ മസാലയൊക്കെ വെച്ചിട്ടുള്ളതാണ്. സെർവ് ചെയ്യാലോ അല്ലേ? സെർവ് ചെയ്യാം. ചെമ്മീൻ ഇങ്ങനെ കഴിക്കാൻ ഓൺ ക്യാമറ എനിക്ക് ധൈര്യമില്ല. ആകെ കൊള്ളാവും. നിങ്ങൾ തന്നെ കഴിച്ച കാണിക്കും. നല്ല നാടൻ മസാല. തനി നാടൻ. നല്ല വെളിച്ചെണ്ണയിൽ നല്ല നാടൻ മസാല ഉണ്ടാക്കി. വെളിച്ചെണ്ണന്റെ സ്ട്രോങ് ടേസ്റ്റ്. എല്ലാരും ആയിരം വെള്ളം ഇവിടെ തന്നെ പിടിച്ചതുകൊണ്ടോ നല്ല ഫ്രഷ് ആട്ടോ. നല്ല ക്രിസ്പി മസാലയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മസാല വേറെ ലെവലാണോ. തനി നാടൻ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സെയിം പൊളി. ഇന്ത്യൻ കൂടെ അടിച്ചു ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. സ്പെഷ്യലി ചെമ്മീന് ഭയങ്കര ഇഷ്ടമാണ്. മസാല ഷെഫിനോട് പ്രത്യേകിച്ച് പറയാണ്ട്. മസാല ഇത് അടിപൊളി. അടുത്ത സ്റ്റാർട്ടർ വയനാടൻ ആദിവാസി ചിക്കൻ, അതായത് ട്രൈബൽ ചിക്കൻ. സ്റ്റാർട്ടർ തന്നെയാണോ? അങ്ങനെ പിച്ചിട്ടില്ലേ? ഇത് വയനാടൻ ടിപ്പിക്കൽ റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്. ലൈക്ക് സ്റ്റാർട്ടറിനകത്ത്. അടുത്തതായി വയനാടൻ ആദിവാസി ചിക്കൻ എന്ന് പറഞ്ഞത്, അതായത് അവരുടെ ട്രൈബൽ മസാലകളും ചെറിയുള്ളി, ഉണക്കമുളക്, അവർ ആ രീതിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം സ്റ്റാർട്ടർ എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചോക്കട്ടെ. നല്ല ചെറിയുള്ളിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അങ്ങനെ ചെറിയുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവരതേ രീതിയിലുള്ള മസാലയിൽ ഉണ്ടാക്കിക്കാണ്. ഈ ആദിവാസി ടൈപ്പിൽ കിട്ടൂലേ, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. പക്ഷേ സ്റ്റാർട്ടറിനും നമുക്ക് വേണമെങ്കിൽ ഇത് പൊറോട്ടന്റെ കൂടെ കഴിക്കാൻ പൊളിയായിരിക്കും. ഉണക്കമുളകിന്റെ ഒരു കിക്ക് നല്ലോണം കിട്ടുന്നുണ്ടല്ലേ. കുറച്ച് സ്പൈസിയാണ്, പക്ഷെ എന്നാലും സാധനം പൊളിയാണ്. കുറച്ച് സ്പൈസിയാണ്. ആദ്യം കാട്ടുന്നുണ്ട്. സ്പൈസിയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല തേങ്ങാക്കൊത്തും ഉണ്ടമുളകും
പിന്നെ പച്ച കുരുമുളകും അതിൻ്റെയൊക്കെ ഒരു സ്പൈസസ് അവരെ രീതിയിൽ അവിടുന്ന് കിട്ടുന്ന പച്ച സാധനങ്ങൾ അതേപോലെ തന്നെ അതേപോലെ ഉണ്ടാക്കിയ ഷെഫിന് സമ്മതിക്കണല്ലേ. നല്ല പച്ച കുരുമുളകൊക്കെ അരച്ചു അതിന്റെ എരി ഇങ്ങനെ. പിന്നെ വെളിച്ചെണ്ണയിലാണ്. ഇതെന്താണ്? ഇത് കല്ലുമ്മക്കായ ഉലർത്തിയതാണ്. സ്റ്റാർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കണക്കന്നെ പൊറോട്ട അപ്പത്തിന്റെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ. കല്ലുമ്മക്കായ ഉലർത്തിയത്. കല്ലുമ്മക്കായ ഇങ്ങനെ ഫേവറേറ്റ് സാധനമാണ് കല്ലുമ്മക്കായ. അപ്പൊ ഇനി നമ്മൾ കഴിച്ചു നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാം. കല്ലുമ്മക്കായ എന്റെ ഫേവറേറ്റ് സാധനമാണ്. തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഒരു നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഇതും സ്റ്റാർട്ടർ കഴിച്ച് കണ്ടപ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വന്നു. കൊണ്ടോല്ലേ? നല്ല വലിയ കല്ലുമ്മക്കായ ക്യാമറയിൽ കാണിക്കുന്നു. മസാലയൊക്കെ കൂട്ടിയിട്ട്. ഈ പ്രാവശ്യത്തിന്റെ നാട്ടിൽ പോയിട്ട് ഇവർക്ക് കല്ലുമ്മക്കായ ഉണ്ടാക്കി തന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. തിരിച്ചു വന്നിട്ട് കിട്ടിയില്ലേ? നല്ല ഫ്രഷ് കല്ലുമ്മക്കായ കേട്ടോ. നിങ്ങൾക്ക് സമാധാനായിട്ടുണ്ടാവും. കല്ലുമ്മക്കായ കൊറേ കാലായിട്ട് നമ്മുടെ നാട്ടിലെ മസാലകളെ, നാട്ടിലെ വെളിച്ചെണ്ണയും ആ മുളകും പച്ചമുളകും ഉണക്കമുളകും കുരുമുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടേ. നിങ്ങൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത അവരെ വയല് വെള്ളം കല്ലുമ്മക്കായ ഒന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് വയറ്റിന് വല്ല പ്രശ്നം വരുമോ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കല്ലുമ്മക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സോഫാർ ഒരു ബെസ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റമിനാണ്. ഓക്കെ, ഇനി വരുന്നുണ്ട് നോക്കാം. ഞാനൊന്ന് കഴിച്ചോട്ടെ. അടിപൊളി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റിയ സ്പൈസ്. എന്നിട്ട് ഇവർക്ക് തനി നാടൻ ഫുഡ്. പിന്നെ കല്ലുമ്മക്കായ. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട, ആള് മയങ്ങിപ്പോയി. മസാല കണ്ടില്ലേ? സമ്മതിക്കണം കേട്ടോ. ആലോചിച്ചിട്ടാണ് കേട്ടോ പേര് വെച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് ബാക്ക് വാട്ടേഴ്സ്. തനി നാടൻ ഫുഡ്. ആവോലി മാങ്ങാക്കറി. നല്ല ബീഫ് വരട്ടിയതാണല്ലേ, അമ്മച്ചി സ്റ്റൈലല്ലേ? കാണുമ്പോ തന്നെ മനസ്സിലാവും. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇദ്ദേഹമാണ് നമ്മളെ ബാക്ക് വാട്ടേഴ്സിലെ ഷെഫ് ബിജു മാത്യൂസ്. നമ്മൾ പ്രീവിയസ് വ്ലോഗിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ ചട്ടിക്കറിയാണ്, തേങ്ങ അരച്ചതാണ്. ചിക്കൻ ചട്ടിക്കറി തേങ്ങ അരച്ച. ചിക്കൻ ചട്ടിക്കറി. തേങ്ങ വറുത്തരച്ച. പൊറോട്ടയാണ്, നല്ല രീതിയിൽ അടിച്ച പൊറോട്ടയാണ്. നല്ല രീതിയിൽ അടിച്ച പൊറോട്ട. അത് കണ്ടാൽ വെറൈറ്റി സ്റ്റാർട്ടേഴ്സ് കഴിച്ചതിന് ശേഷം അവരെ മെയിൻ കോഴ്സൊക്കെ എത്തുകയാണ്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിച്ചപ്പോൾ തന്നെ നമ്മളെ സൂപ്പർ ഞാൻ മെയിൻ കോഴ്സ് ഒന്ന് കഴിച്ചോട്ടെ. നല്ല അമ്മച്ചി ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല അമ്മച്ചി സ്റ്റൈൽ ബീഫ് ഫ്രൈ. ഉമ്മയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ടൈപ്പ്, ആ കളറും അല്ലേ? നെയ്ച്ചോറൊക്കെ കൂട്ടിയിട്ട് പ്രവാസികൾക്കൊക്കെ ശരിക്കും ഇവിടെ വന്നൊരു ഹോംലി ഫീൽ കിട്ടും ഉറപ്പായിട്ടും. കാരണം അങ്ങനത്തെ ഇതുണ്ടോ? ഇതെന്താണ്? ആവോലി മാങ്ങ. നമ്മൾ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്തേ ഷെഫുകളാണ് ഇവിടെ ഉള്ളത്. ആ ഒരു അവരുണ്ടല്ലോ സീ ഫുഡ് ഉണ്ടാക്കാൻ വളരെ എക്സ്പേർട്സ് അല്ലേ. ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിനൊക്കെ. ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തനിയാ ബീഫ് ഫ്രൈ കേട്ടോ. ഉമ്മയൊക്കെ ഉണ്ടാക്കലുണ്ട് എൻ്റെ അമ്മ. നല്ല വെളിച്ചെണ്ണയിലൊക്കെ വാട്ടി അതേ ടേസ്റ്റ്. ഇത് കണ്ടോ? ആവോലി മാങ്ങ കറി.
ചിക്കൻ തേങ്ങ വറുത്തരച്ച് ചട്ടിക്കറി, ബീഫ് അമ്മച്ചി സ്റ്റൈൽ ബീഫ്, നെയ്ച്ചോറ്, ഇതൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കട്ടെ. നല്ല അടിച്ച പൊറാട്ടയും പൊറോട്ട കിട്ടി. പൊറോട്ട അല്ലാതെ ഞങ്ങൾ ടേബിളിൽ പോവില്ല. നല്ല ബീഫും ഈ ബാക്ക് വാട്ടേഴ്സിലും കടലിന്റെ തീരത്ത്. നൊസ്റ്റാൾജിയ. പൊറോട്ട ബീഫ് ദേശീയ ഭക്ഷണം. സമാധാനായത് നമ്മളെ പൊറാട്ടയും ബീഫും പൊളിച്ച്. ഓനക്കും സമാധാനായിട്ട്. അവനും പപ്പന്റെ പോലെ പൊറോട്ട ഫാനാണ്. പൊറാട്ടിക്ക് ഈ ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ. കാണുമ്പോ തന്നെ അങ്ങനെ അറിയാതുണ്ടോ. നമ്മളെ ടേബിളിൽ ഇനിയിപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും പൊറോട്ട എവിടെന്നെങ്കിലും ചോദിച്ചൊപ്പിക്കും മൂപ്പര്. പൊറോട്ട ടേബിളിലില്ലാതെ മൂപ്പർക്ക് ഫുഡ് പോയില്ല. എനിക്ക് ഈ ബീഫ് ഇതിന്റെ കൂടെ പൊറോട്ട തന്നെ മാച്ച്. അമ്മയും മോനും പോലെ. അമ്മയും നല്ല എക്സാമ്പിൾ. അമ്മയും മോനും. പാലപ്പാണല്ലേ. ആവോലി മാങ്ങാക്കറി, തേങ്ങ അരച്ച് ആവോലി മാങ്ങാക്കറി. നല്ല ക്രീം കണക്കാണല്ലേ. ഓക്കെ ഓക്കെ. ഫുൾ ആവോലിയാണ്. അപ്പം ഹെഡും ടെയിലും ഫുള്ളായിട്ട് ഇട്ടുകാണല്ലേ. ഫുള്ളായിട്ടാണ് ഇടുന്നത്. സൂക്ഷിച്ചിട്ടിടും. ഇത് ആവോലി മാങ്ങാക്കറി എന്ന് പറഞ്ഞത് നല്ലൊരു ദോശന്റെ പീസും അതിലിങ്ങനെ വെള്ള ആവോലിയാണ്. ഇങ്ങനെ കുറച്ചൊരു മാങ്ങന്റെ ചെറിയൊരു പീസും. ഞാനും അതേപോലെ ചെയ്യുന്നു പറയുന്ന പോലെ. ഓ സൂപ്പർ കേട്ടോ. അടിപൊളി. നല്ല ക്രീമിയാണ്. തേങ്ങാപ്പാലിന്റെ നല്ല ഫ്രഷ് ആട്ടോ. മാങ്ങന്റെ പുളിയും നല്ല വെള്ള ആവോലി നല്ല കൂല് പോലത്തെ. ശരിക്കും ഒരു 2 years ബാക്ക് നമ്മൾ ഇവരെ ബ്രദർ ഉം ക്വീനിലാണല്ലോ. അപ്പോൾ അവരാണ് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീ കോവിഡിൻ്റെ മുന്നെയാണ്. പക്ഷെ അന്നും ഈ ഒരു ആവോലി മാങ്ങാക്കറി പിന്നെ ഒരു മട്ടൺ സ്റ്റൂ കഴിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫാനായി. ഇന്ന് പിന്നെ പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇഷ്ടാവും. പിന്നെ മുള്ളിന്റെ പേടിയൊന്നുമില്ല. ആവോലി പിന്നെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫ്രഷ് മീനാട്ടോ പറയണം. സന്തോഷമായിട്ടുണ്ടാവും. എല്ലാം ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്, ഫേവറേറ്റ് സാധനങ്ങൾ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെഫിനോട് ചോദിക്കാതെ പോവില്ല. നമ്മൾ എത്ര മാങ്ങക്കറി ഉണ്ടാക്കിയാലും ഇവരുടെ പോലെ ഈ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടലില്ലല്ലോ. അത് കിട്ടണം. എന്നാൽ പിന്നെ ഉഷാറായി എന്നുണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങാക്കറി ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. സൂപ്പർ സാധനം. ഈ ഒരു ഡിഷ് എനിക്ക് മതിയായിട്ടില്ല പോലെ കഴിച്ചുകൊണ്ടിരിക്കും. ചട്ടിയിൽ ഇങ്ങനെ വടിച്ച് കഴിക്കുക കറി. മൂപ്പർക്ക് എന്താ ഇഷ്ടമായിക്കണം കണ്ട പ്ലേറ്റ് തുടച്ച് കഴിക്കണ്. അത്ര ടെംപ്റ്റിംഗ് ആണ് ഈ ആവോലി. ആവോലി മാങ്ങാക്കറി ഫ്രൈ ചെയ്യാൻ മറിക്കല്ലേ. സൂപ്പർ. അടിപൊളിയായിട്ട് മതി. മലബാർ സ്റ്റൈലാണ്. അങ്ങനെതാ ഫലൂദയാണ് ഇപ്പോൾ ഫൈനലി ഡെസേർട്ടിന് കൊണ്ടുവന്നത്. ഓൾറെഡി നമ്മൾ ഫുള്ളാണ്. പക്ഷെ ഫലൂദൊക്കെ പോണം. ആള് കൈപ്പോളെ പിടിച്ച് ഇതാ. അവർക്ക് പിന്നെ ഫലൂദൊന്നും വലിയ ഗോതമ്പ ഇവിടുന്ന് എനിക്ക് വേണം. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഫലൂദ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റോയൽ ഫലൂദ ഈ ഫുഡിൽ മാത്രമല്ല ഡെസേർട്സിലും ഒരു ഉഷാറാണെന്ന് മനസ്സിലായി. കൈപ്പോള നല്ല പഴം കൊണ്ടുണ്ടാക്കി നെയ്യില് നല്ല നെയ്യില്. കൈപ്പോള നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഴുത്ത പഴമാണ്. ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് എന്തായാലും. നമ്മളെ നാട്ടിലൊക്കെ പ്രൊഫഷണൽ ടച്ച് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മമാരും ഉമ്മാരുണ്ടാക്കുന്ന സാധനം അതേപോലെ ഉണ്ട്. അപ്പോൾ ഫാനാണ്. ഈ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്. ഇന്നെന്താ എല്ലാം നിങ്ങളെ ഫേവറേറ്റ് സംഭവങ്ങളാണ്.
അപ്പോൾ പേൾ ഹോട്ടലിലെ ബാക്ക് വാട്ടേഴ്സിൽ വന്നിട്ട് അവിടുത്തെ ഫിഷിൻ്റെ ഡിഷ് എസ്പെഷ്യലി ആ ചെമ്മീൻ തവ റോസ്റ്റും പിന്നെ മാംഗോ ആവോലിക്കറിയും അതെ അത് വേറെ ലെവൽ തന്നെ കേട്ടോ. പിന്നെ കല്ലുമക്കായിൻ്റെ ആ ഡിഷും എടുത്ത് പറയാം. അമ്മച്ചി ബീഫ് കറി, അത് നെയ്ച്ചോറൻ പൊറാട്ട, അത് മറക്കല്ലേ, അടിപൊളി. പിന്നെ അവസാനം ആ കൈപ്പോളി ഉണ്ടല്ലോ, നമ്മളെ വീട്ടില് ഉണ്ടാക്കണ ആ ഒരു കറക്റ്റ് സാധനം, മമ്മി ഉണ്ടാക്കണ കൈപ്പോലെ എത്ര ഓർമ്മ വന്നത്. നെയ്യിലൊക്കെ നല്ല നേന്ത്രപ്പഴം പൊളിച്ച സാധനം. അപ്പോൾ ഉമ്മുൽ ഖുവൈനിൽ വരികയാണെങ്കിൽ ഇവിടെ വരാതെ നിങ്ങൾ പോകണം, നിങ്ങൾക്ക് മിസ്സാവും. നല്ല അടിപൊളി ആംബിയൻസിൽ കടലൊക്കെ കണ്ട് നല്ല ഫിഷിൻ്റെ ഡിഷും പിന്നെ ചിക്കൻ്റെ കറിയും. ഇൻഡോർ സീറ്റിംഗും ഉണ്ട് കേട്ടോ അവർക്ക്, ഇൻഡോർ സീറ്റിംഗും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യണമെങ്കിൽ ഔട്ട്ഡോർ ചൂസ് ചെയ്യാം. നമ്മളെന്നും ഇൻഡോറല്ലേ ചെയ്യാം. അപ്പോൾ ഇവർ പറഞ്ഞ് ഇന്ന് നല്ല വെതറാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല ലൈറ്റിംഗ് ആണ്, അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ചെയ്യാം. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ലൊരു ആംബിയൻസ് എൻജോയ് ചെയ്തു. മക്കളും ഒരു ഇറിറ്റേഷൻ കാണിക്കൂല, അങ്ങനെ ആകുമ്പോൾ അവൻ എൻജോയ് ചെയ്ത് സൈഡിൽ നിന്ന്. അപ്പോൾ ഫിഷിൻ്റെ ഡിഷുകളും ഒക്കെ ഇവിടുത്തെ വേറെ ലെവലായിരുന്നു. എസ്പെഷ്യലി ആ കറിയൊക്കെ ഞാനൊക്കെ നക്കി തുടച്ച് തിന്നു, ടേസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ. അതെല്ലാവരും ഇവിടെ വരിക, ഓക്കെ, എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് പറയും ഞാൻ പറഞ്ഞതൊക്കെ സത്യം അല്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അഭിപ്രായം ഞങ്ങൾ ഇൻസ്റ്റയിലോ അതേപോലെ ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മോസ്റ്റ് വെൽക്കം. അപ്പോൾ വെരി കേട്ടോ, എന്തായാലും ട്രൈ. ബാക്ക്വാട്ടേഴ്സ് നല്ല നല്ല നാടൻ വിഭവങ്ങൾ, നല്ല ഫിഷിൻ്റെയും ചിക്കൻ ബീഫൊക്കെ നല്ല നാടൻ. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ വർക്ക് ചെയ്ത കുക്കുകളാണ്, അപ്പോൾ അവർക്ക് നമ്മളെ ടേസ്റ്റ് അറിയാം. അപ്പോൾ വരും, എക്സ്പ്ലോർ ചെയ്യും, കഴിക്കുകയും നമ്മളോട് കാര്യം പറഞ്ഞു. ഇവരാണ് പ്രത്യേക താങ്ക്സ് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ വളരെ ക്ഷമയോടെയാണ് വളരെ പ്രൊഫഷണലായിട്ട് സെർവ് ചെയ്തത്. താങ്ക് യു, താങ്ക്സ് ലോട്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഫുഡ് റിവ്യൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ലെന്തി ആവുമെന്ന് കരുതിയിട്ടാണ് നമ്മളെ ബാക്ക് വാട്ടേഴ്സിൽ ലൈവ് ബാർബിക്യൂ ഡിന്നർ നമ്മൾ ഷൂട്ട് ചെയ്തത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വരാൻ പോവുക. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.